അത്യാവശ്യമായത് ആദ്യം നിങ്ങൾ ചെയ്യുക. പിന്നീട് നിങ്ങളെക്കൊണ്ട് സാധ്യമായവ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളെക്കൊണ്ട് അസാധ്യമായവ ചെയ്യാൻ സാധിക്കുമെന്ന്. ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞാണ് തൻ്റെ സഹോദരങ്ങൾക്ക് ഊർജം പകർന്നു നൽകിയിരുന്നത്. 1152 അസീസിയിൽ ജനിച്ച ഫ്രാൻസിസ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വിശുദ്ധനാണ്. ഏറ്റവും ജനസമ്മതിയുള്ള ഒരു വിശുദ്ധനാണ്. പൂക്കളോടും പുല്ലിനോടും മത്സ്യങ്ങളോടും പറവകളോടും ഒക്കെ കൂട്ടുകൂടി നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഫ്രാൻസിസ് കിളികളോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നത്രേ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം, കാരണം നിങ്ങൾക്ക് എത്രയേറെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് എത്ര മനോഹരമായ വസ്ത്രങ്ങളാണ് അവിടുന്ന് നൽകിയിരിക്കുന്നത്, അതിലേറെ എത്ര ശ്രദ്ധയോടുകൂടെയാണ് അവിടുന്ന് നിങ്ങളെ കരുതുന്നത്, അതിന് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. കിളികളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഫ്രാൻസിസ് കടന്നു ചെല്ലുമ്പോൾ അവ ഒരിക്കലും ഓടിപ്പോകുമായിരുന്നില്ല. ഫ്രാൻസിസിൻ്റെ വചനങ്ങൾ ശ്രവിച്ച് ഫ്രാൻസിസ് അവയോട് പറന്നു പൊയ്ക്കൊള്ളാൻ പറയുമ്പോൾ മാത്രമാണ് അവ പറന്നു പോയിരുന്നത്. അത്രയേറെ പ്രകൃതിയുമായും പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളുമായും ഹൃദയബന്ധം ഉണ്ടായിരുന്നു ഫ്രാൻസിസിന്. ചെറുപ്പത്തിൻ്റെ പ്രസരിപ്പോടുകൂടെ പാട്ടും ഡാൻസും ഒക്കെയായി സമയം ചെലവഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് അസീസി. അതുപോലെ തന്നെ തൻ്റെ കൈക്കരുത്ത് പ്രകടമാക്കുന്നതിന് വേണ്ടി പെറൂജയുമായുള്ള യുദ്ധത്തിലും പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. ആ യുദ്ധത്തിൽ അദ്ദേഹം തടവുകാരനായി പിടിക്കപ്പെട്ട് 1 വർഷം തടവിൽ കിടന്ന് പിന്നീട് അദ്ദേഹം തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മാനസാന്തരം ഉണ്ടാകുന്നത്. അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച്, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഫ്രാൻസിസ് ഒരു മിഷണറിയായി രൂപാന്തരപ്പെടുന്നത്. ഫ്രാൻസിസിനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയിരിക്കുന്നത് ഫ്രാൻസിസ് തൻ്റെ പട്ടണത്തിനടുത്തുള്ള, അസീസിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു ചെന്നായയുമായി സൗഹൃദത്തിലായ കഥയാണ്. അവിടെ ഒരു വലിയ ചെന്നായ ഉണ്ടായിരുന്നത്രേ. ഈ ചെന്നായ നാട്ടിലിറങ്ങി ആളുകളെ ആക്രമിക്കുകയും ആളുകളെ കൊല്ലുകയും അവർ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ ആഹരിക്കുകയും ചെയ്യുമായിരുന്നു. മനുഷ്യരാകട്ടെ ഈ ചെന്നായയോട് എതിർത്ത് പോരാടുകയും ചെയ്യുമായിരുന്നു. പലരും മരിച്ചു, പലർക്കും ആടുമാടുകളും ഒക്കെ നഷ്ടപ്പെട്ടു. ഇതറിഞ്ഞ് അലിവ് തോന്നിയ ഫ്രാൻസിസ് ഈ ചെന്നായയെ കാണാൻ ചെല്ലുകയാണ്. ഈ ക്രൂരനായ ചെന്നായയെ കണ്ടപ്പോൾ ഫ്രാൻസിസ് ഈ ചെന്നായയോട് പറഞ്ഞു, സഹോദര ചെന്നായെ, നീ ഇവിടെ വരൂ, ഇവിടെ ഇരിക്കൂ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, നീ ഇനി മൃഗങ്ങളെയോ ആളുകളെയോ ആക്രമിക്കരുത്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഈ ചെന്നായുടെ മേൽ ഒരു കുരിശു വരച്ചു ആശീർവദിച്ചു എന്നാണ് പറയുക. പിന്നീട് ഈ ചെന്നായ അനുസരണമുള്ള ഒരു ആട്ടിൻകുട്ടിയെ പോലെ ഫ്രാൻസിസിൻ്റെ ചുവട്ടിലിരിക്കുകയും ഫ്രാൻസിസ് ഈ ചെന്നായയുമായി ആ ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. ഫ്രാൻസിസ് ചെന്നായിയും ഈ ഗ്രാമത്തിലുള്ളവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയെന്നാണ് പറയുക. ചെന്നായിയോട് പറഞ്ഞു, നീ ആരെയും ഇനി ആക്രമിക്കരുത്. ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ചെന്നായിക്ക് വേണ്ട ആഹാരം നൽകണം. ഈ ചെന്നായ ആളുകളുടെ വീട്ടുമുറ്റത്തൂടെയൊക്കെ നടന്ന് അവർ കൊടുക്കുന്ന ആഹാരം കഴിച്ചിരുന്നു എന്നാണ് കഥയിൽ പറയുന്നത്. എന്തായാലും ഈ കഥയിൽ നിന്ന് നാം പഠിക്കേണ്ട യാഥാർത്ഥ്യം ഇതാണ്. മനുഷ്യർ തമ്മിൽ, മൃഗങ്ങൾ തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിൽ എന്നും കലഹവും പോരാട്ടവും നിലനിൽക്കും. പക്ഷേ അവിടെ സ്നേഹത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ നമുക്ക് സാധിക്കുന്നത് അനുരഞ്ജനത്തിലൂടെയും പരസ്പരം കണ്ടുമുട്ടുന്നതിലൂടെയുമാണ്. പരസ്പരം കണ്ടുമുട്ടുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് അനുരഞ്ജനം സാധ്യമാകുന്നത്. നാം ജീവിക്കുന്ന കുടുംബങ്ങളിലും നാം ജീവിക്കുന്ന സമൂഹത്തിലും നമ്മുടെ ഇടവകളിലുമൊക്കെ അനുരഞ്ജനം സാധ്യമാകണമെങ്കിൽ മുൻവിധികളില്ലാതെ മറ്റുള്ളവരെ കാണുവാനും മറ്റുള്ളവരോട് സംസാരിക്കുവാനുമുള്ള ഒരു ഹൃദയ വിശാലത നമുക്കുണ്ടായിരിക്കണം. ഫ്രാൻസിസ് അസീസി വലിയ കാര്യങ്ങളൊന്നും ചെയ്ത മനുഷ്യനല്ല. സുവിശേഷം അതുപോലെ ജീവിതത്തിലേക്ക് പകർത്താൻ അദ്ദേഹം പരിശ്രമിച്ചു. അതാണ് ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും വലിയ വൈശിഷ്ട്യം. വലിയ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. സുവിശേഷത്തെ കലർപ്പില്ലാത്ത രീതിയിൽ തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തി. സുവിശേഷത്തിലെ ഓരോ വാക്കുകളും അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഫ്രാൻസിസ് പരിശ്രമിച്ചു. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യൻ ശക്തനാകുന്നത് അവൻ്റെ ജീവിതം സുവിശേഷവുമായി ദൈവവുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ്. സുവിശേഷവുമായി ദൈവവുമായി ഒരു മനുഷ്യൻ്റെ ബന്ധം സ്ഥിരപ്പെടുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ബന്ധം സ്ഥായിയാകുമ്പോൾ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള വ്യക്തി.
അധികാരങ്ങളെക്കാൾ, ബോംബുകളെക്കാൾ, മിസൈലുകളെക്കാൾ ഏറ്റവും ശക്തിയുള്ള വ്യക്തിയാവുക വചനവുമായും ദൈവവുമായും മനുഷ്യൻ സൗഹൃദത്തിലാകുമ്പോഴാണ്. ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വളരെ ലളിതമായി സുവിശേഷത്തിനനുസരിച്ച് ജീവിച്ച ഈ വിശുദ്ധൻ്റെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. അദ്ദേഹം പറഞ്ഞതുപോലെ അത്യാവശ്യമായത് നിങ്ങൾ ചെയ്യുക, പിന്നെ നിങ്ങളെക്കൊണ്ട് സാധ്യമായത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളെക്കൊണ്ട് അസാധ്യമായവ ചെയ്യാൻ സാധിക്കും.